ഏത് സ്കൂളിൽ നിന്നാണ് സമീർ ചേരുന്നത്? എന്താണ് അവിടെ കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? പഴയതുപോലെ ഒരു കരച്ചിലും ബഹളമൊന്നും എവിടെയും കാണാനില്ല കേട്ടോ. അവിടെയും അത് തന്നെയാണോ സ്ഥിതി? ജിൽസി, ഞാൻ നിൽക്കുന്നത് കോട്ടപ്പറമ്പ് AM-LP സ്കൂളിലാണ്. വിദ്യാർത്ഥികൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുതിർന്ന കുട്ടികൾ, അതായത് 2, 3, 4 ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി കരച്ചിലും പിഴിച്ചിലും ഒക്കെ എത്തുന്ന കുരുന്നുകളുണ്ട്. അവർ പക്ഷേ അവിടെ രക്ഷിതാക്കളോടൊപ്പം 9 മണിക്ക് ശേഷം, അതായത് 9:30 കൂടി ആയിരിക്കും ഇവിടുത്തെ പരിപാടികൾ ആരംഭിക്കുക. ആ ഒരു സമയത്തേക്കായിരിക്കും അവരെല്ലാം തന്നെ എത്തിച്ചേരുക. 10 മണിയോട് കൂടി തന്നെ ഈ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യും. അവരൊക്കെ വരവേൽക്കാനായി വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ സമ്മാനങ്ങളൊക്കെ കുരുന്നുകൾക്കുണ്ട്. മിഠായി ഇതിനകത്ത് നമുക്ക് കാണാം, ഒരു പൂവാണ് നൽകുന്നത്. പക്ഷേ അതിൻ്റെ മുകളിലായിക്കൊണ്ട് അവർക്ക് ഇങ്ങനെ കോൽ മിഠായി പതിച്ച ഒരു പൂവാണ് നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പൂവുകളൊക്കെ തന്നെ അവരെ സ്വീകരിക്കാനായി ഒരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുരുന്നുകൾക്ക് നൽകാനായി ഇവിടെ വിവിധ ബോക്സുകൾ ഒരുക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ PTA ഭാരവാഹികളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു സമ്മാനം അവർക്ക് നൽകുന്നത്. ഒരു കിറ്റ് അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് പുസ്തകങ്ങളുണ്ട്, പേനയുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കൂടാതെ ഒരു ബാഗ് ഉൾപ്പെടെ അവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു പരിപാടികളോടുകൂടി തന്നെയാണ് പുതിയ കുരുന്നുകളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ബാഡ്ജ് ഉണ്ട്. കുട്ടികളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ പേര് എഴുതി, ഡിവിഷൻ എഴുതി, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഓരോരുത്തർക്കും അവർക്ക് ഓരോ വിധത്തിലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ അവരെ പ്രവേശിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരും അതുപോലെ തന്നെ PTA ഭാരവാഹികളുമൊക്കെ ഏതാനും ദിവസങ്ങളായി അതിൻ്റെ പിറകെയായിരുന്നു. അതിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്ര കുട്ടികളാണ് നമുക്ക് ഇന്ന് 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് മാഷേ? 1ാം ക്ലാസ്സിലേക്ക് ഇന്ന് ഒരു 16 കുട്ടികൾ നമ്മുടെ പുതുതായിട്ട് സ്കൂളിലേക്ക് എത്തുകയാണ്. നവാഗതരായ കുട്ടികൾ, അവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നാട്ടുകാരും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടിലെ വ്യക്തിത്വങ്ങളെല്ലാം SSG അംഗങ്ങളെല്ലാവരും തയ്യാറായി നല്ല അലങ്കരിച്ച് സ്കൂളെല്ലാം മാനേജ്മെൻറ്റ് പെയിൻ്റ് അടിച്ചു, അതുപോലെ തന്നെ വൃത്തിയാക്കി എല്ലാവിധ രീതിയിലും കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജിൽസി, ഇപ്പോൾ നമുക്കിപ്പം കുരുന്നുകൾ കൂടി ചേരുന്നുണ്ട്. അവർ 2, 3, 4 ക്ലാസ്സുകളിലൊക്കെ ഉള്ള കുട്ടികളാണ്. ഹായ് മക്കളെ, അപ്പോൾ ഇനി 4ാം ക്ലാസ്സിലേക്കാണല്ലേ നിങ്ങൾ? നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഇപ്പോൾ ഇവിടെ എത്തും. അവർക്ക് എന്താ നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം? കിറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അവർക്കൊരു പാട്ട് പാടിക്കൊടുത്താലോ? അവരിപ്പോൾ എത്തുമല്ലോ, അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാനില്ലല്ലോ, എന്നെ കൂട് പൂക്കാലം കളിയാടാമേ, കിളിമര തണലോളം. തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാനില്ലല്ലോ, എന്നെ കൂട് പൂക്കാലം. ഓക്കെ ജിൽസി, അപ്പോൾ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ സ്വീകരിക്കാൻ കുരുന്നുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. 10 മണിയോട് കൂടിയായിരിക്കും ഇവിടുത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിന് മുന്നോടിയായിക്കൊണ്ട് അധ്യാപകരൊക്കെ എത്തി, അതുപോലെ തന്നെ PTA ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട്. കുരുന്നുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ കരച്ചിലും പിഴിച്ചിലും ഒക്കെയുള്ള കാഴ്ചകളിലേക്ക് പോകേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ രക്ഷിതാക്കൾക്കൊപ്പം ആ കുരുന്നുകൾ കൂടി, നവാഗതരായിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരും. പിന്നീടായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ജിൽസി, ശരി സമീർ, അല്പസമയത്തിനകം തന്നെ കുരുന്നുകളൊക്കെ സ്കൂളുകളിലേക്ക് എത്തും. അങ്ങനെ വർണ്ണാഭമായ ഒരു അധ്യയന വർഷത്തിന് കൂടി തുടക്കമാവുകയാണ്.